സർ, ഇസ്രയേലും ഇറാനുമുള്ള സംഘർഷത്തിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഇറാൻ ഒരു ആണവായുധ രാജ്യമാകുന്നു എന്നുള്ളതാണ്. അപ്പം ഏതെങ്കിലും കാരണവശാൽ ഒരു മുസ്ലിം രാജ്യം ആണവശക്തി ആകുന്നതിനെ ഒരു കാരണവശാലും ഇസ്രയേൽ അംഗീകരിക്കില്ല. അതുതന്നെയാണ് അമേരിക്കയും പിന്തുണയ്ക്കുന്നത്. എന്ന് പറയുന്നത് പോലെ ഒരു ഇസ്ലാമിന് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ ലോകത്ത് എവിടെയായാലും ബാക്കിയുള്ള ഇസ്ലാം മതവിശ്വാസികളെല്ലാം തന്നെ അവർക്ക് പിന്തുണയുമായി എത്തും, അവർക്ക് കൂട്ടായ്മയായിട്ട് എത്തും. ഇത് പറയുന്നത് ഒ അബ്ദുള്ള എന്ന് പറയുന്ന കേരളത്തിലെ തന്നെ ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകനൊക്കെ ആയിരുന്ന വ്യക്തിയാണ്. ഇപ്പോൾ ഏതാണ്ട് കാര്യങ്ങൾ വ്യക്തമല്ലേ, എന്തുകൊണ്ടാണ് ഈ യുദ്ധത്തിൻ്റെ കാരണം തന്നെ എന്നുള്ളത് വ്യക്തമാക്കുന്നതല്ലേ ഈ പ്രസ്താവന. അല്ല, അതിൽ ഒരു അപകടമുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇറാൻ്റെ കയ്യിൽ ആണവായുധം വരുന്നതിന് ഒരുപാട് കുഴപ്പങ്ങളുണ്ട്. അതിനു മുമ്പ് ഈ ഒ അബ്ദുള്ളയെ നാങ്ങൊരു മാധ്യമപ്രവർത്തകനായിട്ടാണ് വിശേഷിപ്പിച്ചത്. ഒ അബ്ദുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ ഇവിടുത്തെ ഏറ്റവും വലിയ താത്വിക ആചാര്യന്മാരിൽ ഒരാളാണ്. അദ്ദേഹം പറഞ്ഞത്, ഒരു ഇസ്ലാമിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ലോകത്തിലെ മുഴുവൻ മുസ്ലിം രാജ്യങ്ങളും ഒറ്റക്കെട്ടായി ഇസ്ലാമിന് വേണ്ടി നിൽക്കും എന്നുള്ളതാണ്. ഇത് വളരെ അപകടം പിടിച്ച ഒരു പ്രസ്താവനയാണ്. കാരണം ഇസ്ലാമിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു തെറ്റുണ്ടാവുകയും ആ തെറ്റിനെ ആളുകൾ എതിർക്കുകയും ചെയ്തു കഴിഞ്ഞാലും എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളും ഒറ്റക്കെട്ടായിട്ട് നിൽക്കും എന്നാണ് ഈ പറയുന്നത്. എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു മുസ്ലിമിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ലോകത്തിലെ ആഗോള മുസ്ലിങ്ങൾ മുഴുവനും അയാൾക്ക് പിന്നിൽ അണിനിരക്കും എന്നാണ് ഇതിൻ്റെ കുറച്ചും കൂടി അങ്ങോട്ട് വിപുലീകരിച്ച ഒരവസ്ഥ. ഇത് വളരെ അപകടം പിടിച്ച ഒരു കാര്യമാണ്. കാരണം അങ്ങനെ നിൽക്കാൻ പാടില്ലല്ലോ. അതെ, അങ്ങനെ നിൽക്കാൻ പാടില്ല. കാരണം ഇതാണ് ഇസ്ലാം ബ്രദർഹുഡ് എന്ന് ഇവർ പറയാറില്ല ഇടയ്ക്കിടയ്ക്ക്. അതെ, ആ ഇസ്ലാം ബ്രദർഹുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇസ്ലാമിലെ സാഹോദര്യം ഇസ്ലാം മുസ്ലിങ്ങൾക്കിടയിലുള്ള സാഹോദര്യമാണ്. അതൊരിക്കലും മുസ്ലിങ്ങൾക്ക് പുറത്തേക്ക് പോകില്ല. അതെന്തുകൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മുസ്ലിമിന് സ്വാഭാവികമായ സഹോദരൻ മറ്റൊരു മുസ്ലിമാണ്. അമുസ്ലിം ഒരു മുസ്ലിമിന് സഹോദരനല്ല. അപ്പം അതുകൊണ്ട് തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവർ സാർവദേശീയതയിലാണ് ഇസ്ലാം വിശ്വസിക്കുന്നത്, ദേശീയതയിലല്ല. കാരണം ഇവിടെ ഉള്ളൊരു മുസ്ലിമിൻ്റെ സ്വാഭാവികമായ സഹോദരൻ പാകിസ്ഥാനിലുള്ളൊരു മുസ്ലിം ആയിരിക്കും, തൊട്ടടുത്ത് ജീവിക്കുന്ന ഒരു ഹിന്ദു ആയിരിക്കില്ല. കാരണം ഹിന്ദു, ക്രിസ്ത്യൻ, പാർസി ഈ വിഭാഗങ്ങളെയൊക്കെ ഏത് സമയത്തും സംഹരിക്കപ്പെടേണ്ടവരായിട്ടാണ് ഖുർആൻ വിശേഷിപ്പിച്ചിട്ടുള്ളത്. അവർ പഠിക്കുന്നതും അതുതന്നെയാണ്. മദ്രസയിൽ അവരെ ഇത് കുത്തിവെച്ചിട്ടാണ് ഈ കുട്ടികളെ മുഴുവൻ വിടുന്നത്. കാരണം മറ്റവൻ കണ്ടു കഴിഞ്ഞാൽ അവൻ വധിക്കപ്പെടേണ്ടവനാണെന്നാണ്. മദ്രസ വിദ്യാഭ്യാസത്തിൻ്റെ ആകത്തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിം അല്ലാത്തവനെ എവിടെ വെച്ച് കണ്ടാലും അവനെ വധിക്കണം എന്ന ലളിതമായ സന്ദേശമാണ് അത് കൊടുക്കുന്നത്. അതിൻ്റെ വേറൊരു തരത്തിലുള്ളൊരു കാര്യമാണ് ഇദ്ദേഹം പറഞ്ഞത്. കാരണം അല്ലെങ്കിൽ ഒരു മുസ്ലിം രാജ്യത്തിന് എന്തെങ്കിലും സംഭവിക്കും, ഇപ്പോൾ ഇറാൻ ഇറാഖ് യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം ഇറാൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ലോകത്തിലെ മുഴുവൻ മുസ്ലിം രാജ്യങ്ങളും ഇറാൻ്റെ കൂടെ നിൽക്കും എന്നുള്ളതാണ്. ഇറാന് സംഭവിക്കാനുള്ള കാരണത്തിൻ്റെ ഒരു ചോദ്യമുണ്ട്, എന്തുകൊണ്ടെന്ന്. അതിൻ്റെ ഉത്തരവും ഈ പറഞ്ഞ കാര്യത്തിലുണ്ട്. അതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മതരാഷ്ട്രത്തിൽ, അതും ഏകാധിപത്യം നിലനിൽക്കുന്നൊരു മതരാഷ്ട്രത്തിൻ്റെ കയ്യിൽ ആണവായുധം വന്നു പെട്ടുകഴിഞ്ഞാൽ ആ ആണവായുധം ലോകത്തിലുള്ള എല്ലാ ജനാധിപത്യ സംസ്കാരത്തിനും എതിരെ നിൽക്കുന്ന ഒരു വസ്തുതയായി അവശേഷിക്കും. അത് വെറുതെ മറ്റ് രാജ്യങ്ങളിലുള്ള, ഇപ്പോൾ അമേരിക്ക അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലൊക്കെ അല്ലെങ്കിൽ ഉള്ളതുപോലെ അവിടെയൊക്കെ ജനാധിപത്യമുണ്ട്. 4 വർഷം കഴിയുമ്പോൾ ട്രംപിന് പോകേണ്ടി വരും, വേറൊരു ട്രംപായിരിക്കും അവിടെ വരിക. പക്ഷേ വേറൊരു ട്രംപ് വരുമ്പോഴും ആ ട്രംപിന് ജനങ്ങളുടെ വിചാരണ നേരിട്ടതിന് ശേഷം വരാൻ പറ്റുള്ളൂ. പക്ഷെ ഇപ്പം അങ്ങ് പറയുന്ന കക്ഷിയുണ്ടല്ലോ, എന്തെന്നാണ്, ആയത്തുള്ള അലി ഖമനി. ഖമനി. ഈ അലി ഖമനി എന്ന് പറഞ്ഞാൽ അദ്ദേഹം മരിക്കുന്നത് വരെ ആ സ്ഥാനത്തിരിക്കുകയാണ്. അതെ, പരമോന്നത നേതാവായിട്ട് ആ സ്ഥാനത്ത് ഇങ്ങനെ ഇരുന്ന് വിരാജിക്കുകയാണ്. അതായത് ഒരു പ്രസിഡന്റിനേക്കാളും പ്രധാനമന്ത്രിയെക്കാളും അധികാരം മുഴുവൻ ശരീഅത്ത് നിയമപ്രകാരം ആ രാജ്യത്തിൻ്റെ പരമാധികാരിയായിട്ട് വാഴുന്ന ആളാണ് ഈ ഖുമൈനി. അദ്ദേഹമാണെങ്കിൽ ഒരു ജനാധിപത്യ സംവിധാനത്തിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളെ അല്ല. അദ്ദേഹത്തിൻ്റെ മതസ്വാധീനം ഉപയോഗിച്ച് ആ പദവിയിൽ വന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ കമ്മിറ്റ്മെൻറ്റ്,
അദ്ദേഹത്തിൻ്റെ പ്രതിബദ്ധത എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മതത്തിൽപ്പെട്ട ഇതര മനുഷ്യരോട് മാത്രമാണ്, മറ്റുള്ളവരോടല്ല. അതെ, മറ്റുള്ളവരോട് അദ്ദേഹത്തിന് യാതൊരു കമ്മിറ്റ്മെൻറ്റും ഇല്ല. അദ്ദേഹത്തിൻ്റെ കമ്മിറ്റ്മെൻറ്റ് മുഴുവൻ ഇരിക്കുന്നത് ഇവരോട് മാത്രമാണ്. അങ്ങനെയുള്ള ഒരാൾ ഭരിക്കുന്ന ഒരു രാജ്യത്ത് ഒരു ആറ്റം ബോംബുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനിസ്ലാമികമായ മുഴുവൻ രാജ്യങ്ങൾക്കെതിരെയും ഒരു ഘട്ടത്തിൽ അത് ഉപയോഗിക്കും എന്നുകൂടി ഈ ഒ അബ്ദുള്ള പറഞ്ഞ പ്രസ്താവനയിൽ അന്തർലീനമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ജനാധിപത്യ സംസ്കാരമില്ലാത്ത ഒരു രാജ്യത്ത് ഇത് നിലനിൽക്കുന്നത് വലിയ അപകടമാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. കാരണം ഇവർ ഇപ്പോൾ നാളെ ഇത് പാകിസ്ഥാന് കൊടുക്കും, അല്ലെങ്കിൽ ബംഗ്ലാദേശിന് കൊടുക്കും, അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തിന് കൊടുക്കും. ഏത് രാജ്യത്തിനും ഇവിടെ നിന്നൊരു ആറ്റം ബോംബ് കൊടുക്കുകയും ആറ്റം ബോംബ് അമുസ്ലിം രാജ്യങ്ങൾക്കെതിരെ പ്രയോഗിക്കുകയും ചെയ്യും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മുസ്ലിം മതം വന്നത് തന്നെ യുദ്ധത്തിലൂടെയാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. ഇത് കാരുണ്യത്തിൻ്റെ മതമാണ് എന്നൊക്കെ പറയുമെങ്കിലും അത് യുദ്ധത്തിലൂടെയാണ് വന്നിട്ടുള്ളത്. കാരണം പ്രവാചകൻ തന്നെ 610 അദ്ദേഹത്തിന് പ്രവാചകത്വം ലഭിക്കുന്നതെന്ന് തോന്നുന്നു. 40-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് പ്രവാചകത്വം ലഭിക്കുന്നു. അത് കഴിഞ്ഞിട്ട് 32 മറ്റുമാണ് അദ്ദേഹം മരിക്കുന്നത്. ഈ കാലത്തിനുള്ളിൽ അദ്ദേഹം 62 യുദ്ധങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്, ചെറുതും വലുതുമായിട്ടുള്ള. ആ യുദ്ധങ്ങളിൽ പങ്കെടുത്തിട്ടുള്ളത് മുഴുവനും മറ്റു വിശ്വാസങ്ങളെ തകർക്കുന്നതിനും അത് തകർത്ത് സ്വന്തം വിശ്വാസം സ്ഥാപിക്കുന്നതിനും വേണ്ടിയായിരുന്നു. അല്ലാതെ ലോകത്ത് സമാധാനം വരുത്താൻ വേണ്ടിയിട്ട് നടത്തിയ യുദ്ധമേ അല്ല. അതിൽ അദ്ദേഹം ജയിച്ചു. ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്. ഈ ബദർ യുദ്ധത്തിനൊരു പ്രാധാന്യമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ബദർ യുദ്ധം നടക്കുന്ന സമയത്ത് മുസ്ലിങ്ങളുടെ അംഗസംഖ്യ 313, ഖുറൈശികളാണ് അതിനെതിരെ നിന്നത്. ഖുറൈശികളുടെ അംഗസംഖ്യ 1000-മാണ്. അപ്പോൾ ഏതാണ്ട് ഒരു കഷ്ടി 30% വരുന്നത്. അതുകൊണ്ടാണ് ഇവിടെയും പറയുന്നത് ഞങ്ങൾ 30% വന്നു കഴിഞ്ഞാൽ വിജയം ഞങ്ങൾക്കായിരിക്കും എന്ന് പറയുന്നത് ഈ ബദർ യുദ്ധത്തിലെ ഫോർമുല വച്ചിട്ടാണ്. അതെങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ, ബദർ യുദ്ധം നടക്കുന്ന സമയത്ത് അല്ലാഹു നേരിട്ട് മുസ്ലിങ്ങളെ സഹായിച്ചുകൊണ്ട് ഖുറൈശികളെ കൊന്നൊടുക്കി എന്നാണ് ഇവർ പറയുന്നത്. ആ അല്ലാഹു എന്തല്ലാഹു ആണെന്നുള്ള കാര്യം നമുക്ക് ചോദിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മുസ്ലിങ്ങൾക്കുള്ളതുമായിട്ട് അഭിപ്രായ വ്യത്യാസമുള്ള ഖുറൈശികളെ കൊന്നൊടുക്കലാണ് എന്ന് വന്നു കഴിഞ്ഞാൽ ആ ദൈവത്തിൻ്റെ നീതിബോധത്തെക്കുറിച്ച് സംശയിക്കാതിരിക്കാൻ മനുഷ്യർക്ക് കഴിയില്ലല്ലോ. സ്വാഭാവികമായിട്ട് നമുക്ക് സംശയിക്കേണ്ടി വരില്ലേ? പക്ഷേ അതുകൊണ്ടാണ് ഇവിടെയും പറയുന്നത് ഞങ്ങൾ 30%-ലെത്തിയാൽ ഞങ്ങൾ രാജ്യം ഭരിക്കും എന്ന് പറയുന്നതിൻ്റെ ഫോർമുല കിടക്കുന്നത് ബദർ യുദ്ധത്തിൻ്റെ ഫോർമുലയിലാണ്. 313 1000 തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഇതിലാണ്. അപ്പോൾ 1000 പേരെ 313 പേർക്ക് അല്ലാഹുവിൻ്റെ സഹായത്തോടു കൂടി തോൽപ്പിക്കാൻ കഴിഞ്ഞെങ്കിൽ 30% വരുന്ന മുസ്ലിങ്ങൾക്ക് ഏത് രാജ്യത്തും ഇതര മതസ്ഥര 70% വരുന്ന ഇതര മതസ്ഥരെ തോൽപ്പിക്കാൻ കഴിയും എന്ന് വിശ്വസിക്കുന്നവരാണ് മുസ്ലിങ്ങളിൽ മഹാഭൂരിപക്ഷം പേരും. അപ്പോൾ ഈ ഒ അബ്ദുള്ള എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ മാധ്യമപ്രവർത്തനം, അദ്ദേഹം മാധ്യമപ്രവർത്തനം നടത്തിയത് ജമാഅത്ത് ഇസ്ലാമിയുടെ പത്രമായ മാധ്യമം പത്രത്തിലാണ്. ആ പത്രത്തിലൂടെ എന്ത് മെസ്സേജാണ് കൊടുക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ ഭരണകൂടത്തെ പോലും അംഗീകരിക്കാത്ത ആളുകളാണ് ഈ ജമാഅത്ത് ഇസ്ലാമി. അവരുടെ ഉള്ളിൽ എന്ന് പറയുന്നത് ലോക മുസ്ലിം ഭരണം, അങ്ങനെയാണ് അവർ ചിന്തിക്കുന്നത്. ദാറുൽ ഇസ്ലാം, അതാണ് ദാറുൽ ഇസ്ലാം. അത്തരം ഒരു ചിന്ത. അല്ല, അവര് സാർവദേശീയതയിലാണ് വിശ്വസിക്കുന്നത്, ദേശീയതയിലല്ല. ദേശീയതയിൽ അവർക്ക് യാതൊരു വിശ്വാസവുമില്ല. ദേശീയതയിൽ വിശ്വാസമില്ലാത്ത വേറൊരു വിഭാഗം കൂടി ഉണ്ട് കേരളത്തിൽ. അത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ. കേരളത്തിൽ മാത്രമേ ഇപ്പോൾ ഉള്ളൂ കമ്മ്യൂണിസ്റ്റുകാർ. കമ്മ്യൂണിസ്റ്റുകാരുടെ സമ്മേളനം ആരംഭിക്കുന്നത് സർവ്വദേശീയ ഗാനം പാടിക്കൊണ്ടാണ്, ദേശീയ ഗാനം പാടിക്കൊണ്ടല്ല. അവർക്കും ദേശീയതയിൽ വിശ്വാസമില്ല. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ, ഒരു കോമ്രേഡിൻ്റെ സ്വാഭാവികമായ കോമ്രേഡ് മറ്റൊരു രാജ്യത്തുള്ള കോമ്രേഡാണ്. ഇവിടെ ഉള്ളവരൊക്കെ വർഗശത്രുക്കളാണ്. ഇസ്ലാമിലും ഇതേ ലോജിക്കാണുള്ളത്. കാരണം ഇസ്ലാം വിരുദ്ധരെല്ലാം ഇസ്ലാമിൻ്റെ ശത്രുക്കളാണ്. ആ ശത്രുക്കളെ വകവരുത്തേണ്ടതാണ്. അവരെ വകവരുത്തുന്നതിന് വേണ്ടി എന്തും ചെയ്യാം. കാരണം പ്രവാചകൻ ഉപയോഗിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഖുറൈശികൾ വർത്തക സംഘമാണ്. ആ വർത്തക സംഘം പോകുന്ന സമയത്ത് അവരെ കൊള്ളയടിച്ചുകൊണ്ടാണ് അദ്ദേഹം അവരുടെ പണം
അപഹരിച്ചെടുത്തത്, കൊള്ളയടിച്ചു. ഉം. അപ്പോൾ അതിനെന്താ പറഞ്ഞാൽ ശരി, യുദ്ധതന്ത്രത്തിൽ അത് ശരിയാണ്. കാരണം എതിരാളിയെ സാമ്പത്തികമായി ദുർബലപ്പെടുത്തി കഴിഞ്ഞാൽ സൈനികമായ വിജയം എളുപ്പം നടക്കും. അപ്പോൾ എതിരാളികളുടെ സൈനികമായ വിജയം ഉറപ്പിക്കുന്നതിന് വേണ്ടി, അവരെ സാമ്പത്തികമായി ക്ഷയിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം എടുത്തൊരു കാര്യം എന്താ വെച്ചാൽ ലൂട്ടിങ്ങാണ്, കൊള്ളയാണ്. കൊള്ള നടത്തിയിട്ടുണ്ട്. ആ കൊള്ള നടത്തിയിട്ടുണ്ട്. ആ കൊള്ളയുടെ അവസ്ഥയിൽ നിന്നാണ് ഈ ബദർ യുദ്ധമൊക്കെ വരുന്നത്. അതിനു മുമ്പ് അങ്ങനെ ബദർ യുദ്ധം വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിൽപ്പെട്ട ഒരു രാജ്യം, അപ്പോൾ ഈ ഇറാനിൽ അങ്ങനെ ഒന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് അമേരിക്കയ്ക്ക് അതിനെ ടോളറേറ്റ് ചെയ്യാൻ സാധ്യമല്ല. നാറ്റോ സഖ്യകത്തിലുള്ള കക്ഷികൾക്ക് അതിനെ ടോളറേറ്റ് ചെയ്യാൻ സാധ്യമല്ല. ജനാധിപത്യ സംവിധാനത്തിൽ വിശ്വസിക്കുന്ന ഒരു രാജ്യത്തിനും, ഒരു മതാധിപത്യ രാജ്യത്തിൻ്റെ അധിപൻ്റെ കയ്യിൽ, അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിൽ ആറ്റം ബോംബ് ഇരിക്കുന്നു എന്ന് പറയുന്നത് അപായകരം തന്നെയാണ്. ആ അപകടമുണ്ട്. പക്ഷേ ഈ അപകടത്തെക്കുറിച്ച് ഇവരാരും ഒന്നും മിണ്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ദയനീയമായ വസ്തുത. അത് കഴിഞ്ഞതിന് ശേഷം ഈ പ്രവാചകൻ തന്നെ എബ്രഹാം മതത്തിൽ വിശ്വസിച്ചിരുന്ന ഒരാളാണ്. എബ്രഹാമിൻ്റെ ഏകദൈവ വിശ്വാസത്തിൻ്റെ അനുയായിയായിരുന്നു അദ്ദേഹം. അത് കഴിഞ്ഞിട്ട് സൗദി അറേബ്യ, അവിടെ വേറെ മതങ്ങളായിരുന്നു. ഖത്തർ എനിക്ക് തോന്നുന്നത് ഇത് ക്രിസ്ത്യാനികളായിരുന്നു, ക്രിസ്ത്യൻ മതവിഭാഗമായിരുന്നു. പിന്നെ ഈ ഇവിടെ എന്താണ് ഈ യമനിൽ ഉണ്ടായിരുന്നത് ഇവർ മറ്റേ ഈ പാർസികളായിരുന്നു. അങ്ങനെ പാർസികളാ, പിന്നെ ജൂതന്മാരാ, ക്രിസ്ത്യാനികളാ, ബിംബാരാധകരാ, ഇവരൊക്കെ ആ അറബ് രാജ്യത്തുള്ള ഓരോ പ്രദേശത്തും വകവരുത്തിക്കൊണ്ട് സ്ഥാപിച്ചതാണ് ഇസ്ലാം. അപ്പോൾ അതിന് വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ രസകരമായൊരു കാര്യമുള്ളത്, പ്രവാചകൻ മരിച്ചു. പ്രവാചകൻ മരിച്ചു കഴിഞ്ഞപ്പോഴേക്കും രണ്ട് പേര്, ഒന്ന് പ്രവാചകൻ്റെ അമ്മായിയപ്പൻ അബൂബക്കർ, രണ്ട് പ്രവാചകൻ്റെ മകളുടെ ഭർത്താവ് അലി. അപ്പോൾ പ്രവാചകൻ്റെ മൃതശരീരം കുളിപ്പിച്ച് ഇതിനെ ഖബറടക്കത്തിന് വേണ്ട ഒരുക്കങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് അലി പ്രവർത്തിച്ചുകൊണ്ടിരിക്കെ അവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും സംഘടിപ്പിച്ചിട്ട്, 5-6 പേരെ സംഘടിപ്പിച്ചിട്ട് അമ്മായിയപ്പൻ ഖലീഫയായി പ്രഖ്യാപിക്കപ്പെട്ട്. നിയമത്തിലൂടെയല്ല വന്നത്. നിയമത്തിലൂടെ ഇതിനകത്തുള്ള എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് തിരഞ്ഞെടുക്കുകയാണ് വേണ്ടത്. ഇത് എല്ലാവരും, കാരണം പ്രവാചകൻ മരിച്ചിട്ട് പ്രവാചകൻ്റെ ഖബറടക്കത്തിന് വേണ്ടി, അതിന് വേണ്ടിയിട്ടാണല്ലോ ആളുകൾ അധികം പോവുക. അതെ, മഹാഭൂരിപക്ഷം പേരും ഖബറടക്കത്തിന് വേണ്ടി പോയ സമയത്ത് അമ്മായിയപ്പൻ ആ തക്കം നോക്കിയിട്ട് ഇവിടെ വരികയാണ് ചെയ്തത്. ഇനി ഒന്നാം ഖലീഫ പ്രവാചകൻ, രണ്ടാം ഖലീഫ മറ്റേ അബൂബക്കർ. അബൂബക്കർ എന്ത് ചെയ്യുന്നു വെച്ചാൽ, അബൂബക്കർ മരിക്കും എന്ന് കണ്ടു കഴിഞ്ഞപ്പോഴും അബൂബക്കറിൻ്റെ ശിങ്കിടിയായിരുന്നു ഉമർ. ശിങ്കിടി പുള്ളി എന്താ വെച്ചാൽ ഉമറിനെ നോമിനേറ്റ് ചെയ്ത് ഖലീഫയാക്കിയിട്ട് മരിച്ചു. അങ്ങനെ ഇസ്ലാമിൻ്റെ പ്രവാചകൻ്റെ നിയമം അനുസരിച്ചിട്ടാണെങ്കിൽ അതിന് വ്യവസ്ഥയില്ല. കാരണം എല്ലാവരും കൂടി കൂടിയിട്ട് തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ടാണ് ഉത്മൻ വന്നത്. 4ാം ഖലീഫയായിട്ട് ഉത്മൻ വരെയാണ്. ഉത്മൻ വധിക്കപ്പെട്ടപ്പോഴാണ് യഥാർത്ഥത്തിൽ 2ാം ഖലീഫയായിട്ട് വരേണ്ടിയിരുന്ന അലി 5ാം ഖലീഫയായിട്ട് അവരോധിക്കപ്പെട്ടു. 1ാം ഖലീഫയെ സാറിനെ പരിഗണിക്കാറില്ല. അപ്പോൾ കാരണം പ്രവാചകനാണ്. ബാക്കി 1ാം ഖലീഫയായിട്ട് ഇപ്പോൾ എടുക്കാറുള്ള അബൂബക്കർ മൗലികൾ വരുമ്പോൾ അലി 4ാമത്തേന്. അലി എന്ത് ചെയ്യുന്നറിയാമോ? അലി പള്ളിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക വെട്ടിക്കൊന്ന് ഖലീഫ ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ വാളെടുക്കുന്നവൻ വാളാൽ എന്ന് പറയുന്ന കാര്യം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം സമ്പൂർണ്ണമായിട്ടും ശരിയാണ്. നിലവിലുള്ള എല്ലാ മതങ്ങളെയും തകർത്തുകൊണ്ട് അവരുടെ ആരാധനാലയങ്ങൾ പിടിച്ചടക്കി വന്നതാണ്. അത്തരത്തിലുള്ള ഒരു മതത്തിൻ്റെ ആധിപത്യമുള്ള ഒരു രാജ്യത്ത്, ഏകാധിപതി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്ത് ന്യൂക്ലിയർ വെപ്പൺസ് വരുന്നു എന്ന് പറയുന്നത് ജനാധിപത്യത്തിന് തന്നെ എതിരായ കാര്യമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ആ കാര്യം ഭംഗ്യന്തരേണ പറഞ്ഞിരിക്കുകയാണ് അങ്ങയുടെ ബഹുമാനായ മാധ്യമപ്രവർത്തകൻ ശ്രീ ഒ. അബ്ദുള്ള.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.